ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഞാൻ ബ്രദർ ഷൈജു ആദപ്പള്ളി, എറണാകുളം സെയിൻറ്റ് മേരീസ് പ്രേയർ മിനിസ്ട്രിയിൽ നിന്നാണ്. ബഹോമിയയിലെ എന്ന നാട്ടുരാജ്യത്തിൻ്റെ രാജാവായിരുന്നു വെൻസ്ലാവൂസ്. തികഞ്ഞ ദൈവഭക്തനും വിശുദ്ധമായ ജീവിതം നയിച്ചിരുന്ന വ്യക്തിയാണ്. അദ്ദേഹത്തിൻ്റെ അമ്മൂമ്മയിലൂടെ ആണ് അദ്ദേഹത്തിന് ഈ ഭക്തി പരിശീലിച്ചത്. അമ്മ ഒരു ക്രിസ്തു വിരോധിയായിരുന്നു, അമ്മയും സഹോദരനുമെല്ലാം. അപ്പോൾ ഈ ഭക്തിയിലൂടെ ബഹോമിയയിലെ നാട്ടുരാജാവായി ഭരണം നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ അടുത്തുള്ള നാട്ടുരാജാക്കന്മാർ തമ്മിൽ ആക്രമിക്കുന്ന ഒരു പതിവുണ്ടായിരുന്നു. അപ്പോൾ ഈ ബഹോമിയ എന്ന ഈ വെൻസ്ലാവോസ് ഭരിക്കുന്ന രാജ്യത്തെ ആക്രമിക്കുവാനായിട്ട് അടുത്ത നാട്ടുരാജാവ് ഒരുങ്ങുന്നതറിഞ്ഞ് വെൻസ്ലാവോസ് ആ രാജാവിനോട് സന്ധി സംഭാഷണത്തിൽ ഏർപ്പെടാൻ ശ്രമിക്കുകയാണ്. എന്നാൽ അദ്ദേഹം കളിയാക്കിക്കൊണ്ട് പറഞ്ഞു, ഭീരുവാണ്, അവൻ പേടിത്തൊണ്ടനാണ്, അവന് കഴിവില്ലാത്തവനാണ്, അവൻ്റെ കണ്ടില്ലേ സന്ധി സംഭാഷണത്തിന് വേണ്ടിയിരിക്കുകയാണ്. കാരണം വെൻസ്ലാവോസ് പറഞ്ഞ എന്തിനാ പാവം ജനങ്ങളുടെ ജീവനും സ്വത്തിനും സമ്പത്തിനും നാശനഷ്ടങ്ങൾ വരുത്തി രക്തം ചിന്തി നമുക്ക് ആർക്കും ഒന്നും കിട്ടാനായിട്ട് പോകുന്നില്ല, അതുകൊണ്ട് എന്തിനാണ് ഈ ദ്രോഹം ചെയ്യുന്നത്? ഇനി അങ്ങനെ നിർബന്ധമാണെങ്കിൽ നമുക്ക് തമ്മിൽ ദ്വന്ദ്വയുദ്ധം, രണ്ടുപേര് തമ്മിലുള്ള യുദ്ധത്തിനാണ് ദ്വന്ദ്വയുദ്ധം, എന്നുള്ളതാണ് യുദ്ധം ചെയ്യാം എന്ന് പറഞ്ഞു. അപ്പോൾ പേടിത്തൊണ്ടനെ കാണിച്ചു തരാം. അങ്ങനെ പറഞ്ഞതിനനുസരിച്ച് പറഞ്ഞ ദിവസം പറഞ്ഞ സ്ഥലത്ത് യുദ്ധത്തിനായിട്ട് ഇരു രാജാക്കന്മാരും അണിനിരന്നു. അവരുടെ അണികളെല്ലാം ഇത് ദർശിച്ചു കൊണ്ടിരുന്നു. എന്നാൽ യുദ്ധപേര് മുഴങ്ങുന്നതിന് തൊട്ട് മുമ്പ് തന്നെ വെൻസ്ലാവോസ് താൻ അഭ്യസിച്ച് പരിശീലിച്ച ആ ഭക്തിമാർഗത്തിൽ അദ്ദേഹം ഒരു നിമിഷം പ്രാർത്ഥനയോടെ നെറ്റിമേൽ കുരിശടയാളം വരച്ച് തിരിഞ്ഞു നിന്ന് പ്രാർത്ഥിച്ച് കുരിശടയാളം വരച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. പെട്ടെന്ന് തന്നെ യുദ്ധപേര് മുഴങ്ങിയപ്പോൾ തിരിഞ്ഞു നിന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന വെൻസ്ലാവോസ് ഈ ശത്രു രാജാവിൻ്റെ വശത്തേക്ക് തിരിഞ്ഞപ്പോൾ തന്നെ ഈ വെൻസ്ലാവോസിൻ്റെ മുന്നിൽ അദ്ദേഹം ബോധരഹിതനായി കമിഴ്ന്ന് വീണു. അവിടെ യുദ്ധം അവസാനിപ്പിച്ച് അയാൾക്ക് മാപ്പ് കൊടുക്കുകയാണ്. കരഞ്ഞ് കാലുപിടിച്ച് അദ്ദേഹത്തെ തിരിച്ചുവിടുകയാണ് ചെയ്യുന്നത്. വെൻസ്ലാവോസിൻ്റെ പ്രാർത്ഥനാരൂപി ദൈവത്തിൻ്റെ ആത്മാവ് വെൻസ്ലാവോസിനെ ശത്രുവിൻ്റെ കരങ്ങളിൽ ഏൽപ്പിച്ചു കൊടുത്തില്ല. പുറപ്പാടിൻ്റെ പുസ്തകം 14-ാം അധ്യായം 14-ാം വാക്യത്തിൽ പറയും, നിങ്ങൾ ശാന്തരായിരുന്നാൽ മതി, കർത്താവ് നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്തുകൊള്ളും. എന്താണ്? നമുക്കില്ലാത്തൊരു കാര്യം, നമുക്ക് പറ്റാത്തൊരു കാര്യമാണ്. കൊച്ചു പിള്ളേർ തൊട്ട് പ്രായമായവർ വരെ പലവിധ കാര്യങ്ങളെക്കുറിച്ച് വ്യഗ്രചിത്തരാണ്. നിങ്ങൾ ശാന്തരായിരുന്നാൽ മതി, കർത്താവ് നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്തുകൊള്ളും. വീണ്ടും യെശയ്യാ 52:12 പറയുന്നു, നിങ്ങൾ തിടുക്കം കൂട്ടുകയോ വേഗം ഓടുകയോ വേണ്ട. ഇന്ന് സർവ്വരും ഓട്ടത്തോട് ഓട്ടം, പ്രായഭേദമന്യേ എല്ലാവരുടെയും അവസ്ഥ ഇതാണ്. ഒരു സ്വസ്ഥതയും ഒരു സമാധാനമില്ല, എങ്ങനെ ഓടിയിട്ടും വട്ടം എത്തുന്നില്ല. ജീവിതകാലം മുഴുവൻ ഓട്ടം വെട്ടിപ്പിടുത്തമാണ്. പക്ഷേ മഹാനായ അലക്സാണ്ടർ ചക്രവർത്തിയുടെ കഥ ഇടക്കൊന്ന് ഓർക്കുന്നത് നല്ലതാണ്. മരിക്കാൻ നേരം ശിഷ്യന്മാരോട്, അണികളോട് പറഞ്ഞു, 2 കൈ ശവമഞ്ചത്തിന് പുറത്തേക്കിട്ടൊക്കെ. എന്തിനാണ്? എല്ലാം വെട്ടിപ്പിടിച്ച് ലോകം മുഴുവൻ കീഴടക്കിയ മഹാനായ അലക്സാണ്ടർ ചക്രവർത്തി ഒന്നും കൊണ്ടുപോകാതെ യാത്രയാകുകയാണ്. അതുകൊണ്ട് ഇവിടെ എന്തെല്ലാം വെട്ടിപ്പിടിച്ചാലും എന്തെല്ലാം നേടിയാലും ജീവിക്കാനുള്ള വകകൾ മനുഷ്യന് വേണം, ഭക്ഷണം, വസ്ത്രം, പാർപ്പിടം. പക്ഷേ ആർത്തിയും അത്യാർത്തിയും ആയിക്കഴിഞ്ഞാൽ വലിയ പ്രശ്നമാവും. അതുകൊണ്ട് ഈ വചനങ്ങളൊക്കെ ഒന്ന് ഓർക്കുക. യെശയ്യാ 52:12 നിങ്ങൾ തിടുക്കം കൂട്ടുകയോ വേഗം ഓടുകയോ വേണ്ട, കർത്താവാണ് നിന്റെ കാവൽക്കാരൻ. പലർക്കും കണ്ണിൽ ഇരുട്ട് കയറിയ അവസ്ഥയാണ്. ഭാര്യ ആരാണ്, ഭർത്താവ് ആരാണ്, മക്കളാരാണ്, അപ്പനമ്മ ആരാണ്, ഒന്നും തിരിച്ചറിയാത്ത, അല്ലെങ്കിൽ എല്ലാ സ്വസ്ഥയും നഷ്ടപ്പെടുത്തുന്ന അവസ്ഥ. പുറപ്പാട് 14:14 നിങ്ങൾ ശാന്തരായിരുന്നാൽ മതി, കർത്താവ് നിങ്ങൾക്ക് വേണ്ടി
യുദ്ധം ചെയ്തു കൊള്ളും. പുറപ്പാട് 20:24. എൻ്റെ നാമം അനുസ്മരിക്കുന്നിടത്തെല്ലാം നിങ്ങളുടെ ഇടയിലേക്ക് വന്ന് ഞാൻ നിങ്ങളെ അനുഗ്രഹിക്കും. ഞാൻ നിങ്ങളെ അനുഗ്രഹിക്കും. വേറെ ആരനുഗ്രഹിച്ചിട്ട് ഒരു കാര്യമില്ല. അതുകൊണ്ട് ഇതുവരെ ഒരു പരിഹാരമോ ഒരു മാറ്റമോ ഒരു മാർഗമോ ഒരു വഴിയോ തുറന്നു കിട്ടാതെ വിഷമിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതിനെ ഓർത്ത്, കഴിഞ്ഞ കാര്യങ്ങളെ ഓർത്തും വരാനിരിക്കുന്ന കാര്യത്തെ ഓർത്തും ആദ്യ പിടിക്കേണ്ട. ഇന്നിൽ നമ്മൾ ജീവിക്കാനായിട്ട് തുടങ്ങുക. നാളത്തെ ദിവസം തന്നെ അതിനെക്കുറിച്ച് ആകുലപ്പെട്ടുകൊള്ളും. കഴിഞ്ഞ കാര്യങ്ങളൊന്നും കഴിഞ്ഞ് ഇനി അതിനെക്കുറിച്ച് നീറിക്കൊണ്ടിരുന്നിട്ടാ പോഞ്ഞിരുന്നിട്ടാ കാര്യമുണ്ടോ? പറ്റിയത് പറ്റി, വന്നത് വന്ന്. അതെല്ലാം ഇനി കുമ്പസാരിക്കേണ്ട കാര്യമാണെങ്കിൽ കുമ്പസാരത്തിൽ ഒന്ന് സറണ്ടർ ചെയ്ത് നല്ല കുമ്പസാരം നടത്തി ഏറ്റുപറയുക. പിന്നീടുള്ള ജീവിതം കുമ്പസാരിച്ച് കുർബാനയൊക്കെ സ്വീകരിച്ച് വിശുദ്ധിയിലൊക്കെ പരിഹാര കർമ്മങ്ങളൊക്കെ ചെയ്ത് പ്രേക്ഷിത വേല ചെയ്ത് മധ്യസ്ഥ പ്രാർത്ഥനയൊക്കെ ചെയ്ത് ജീവിക്കുക. ഓരോ ദിവസവും ഈശോയോട് ചോദിക്കുക, എന്ത് പ്രേക്ഷിത വേലയാണ് ഞാൻ ചെയ്യേണ്ടത്? ഞാനിങ്ങനെ പ്രാർത്ഥിക്കാറുണ്ട്. എൻ്റെ അടുക്കൽ വരുന്നവർ അങ്ങയെ അനുഭവിക്കാനും അങ്ങയെ ദർശിക്കാനും അങ്ങയെ മഹത്വപ്പെടുത്തുവാനും എനിക്കിടയാക്കണമേ. അങ്ങേക്കായി ദാഹിക്കുന്നവരെ ഇന്ന് എൻ്റെ പക്കലേക്ക് ആനയിക്കണമേ. അവരോട് ആത്മാവിൻ്റെ ശക്തിയോടും സ്നേഹത്തോടും ധൈര്യത്തോടും കൂടെ സുവിശേഷം പങ്കുവെക്കാൻ എനിക്കിടയാക്കണമേ. ഈ പ്രാർത്ഥന ദൈവം കേൾക്കാതിരിക്കുമോ? ഉറപ്പുള്ള കാര്യമാണ്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ലില്ലി എന്ന് പറഞ്ഞൊരു സഹോദരി കല്ലേറ്റുങ്കര പ്രാർത്ഥിക്കാനായിട്ട് പറഞ്ഞിരുന്ന, വചനമൊക്കെ പറഞ്ഞു കൊടുത്ത വിളിച്ചിരുന്ന ഒരു കുടുംബമാണ്. പെട്ടെന്ന് തന്നെ ഒത്തിരി നാളായിട്ട് ആകുലപ്പെടുന്ന കാര്യമായിരുന്നു മകൻ്റെ വിദേശ ജോലി. എന്നോട് ചോദിച്ചു, ബ്രദർ അവിടെ ഉണ്ടാവുക, വന്ന് കണ്ട് നേരിട്ട് പറയാനാണെന്നും പറഞ്ഞിട്ട് പറഞ്ഞ കാര്യമാണ്. 1-ാം തീയതിക്കുള്ളിൽ ഒന്ന് കാണണമെന്ന് പറഞ്ഞിരിക്കുകയാണ്. കാരണം എന്താ, എടുത്തോ പിടിച്ചോ എന്നും പറഞ്ഞ് ഇന്ന് അന്വേഷിച്ച് നടന്നിട്ടും പൈസ കൊടുത്തിട്ട് ഓരോരുത്തർ കെണിയിൽ പെടുന്ന അവസ്ഥ. അങ്ങനെയുള്ള കെണികളൊന്നും വരാതെ നേരെ വാ നേരെ പോ, മകന് വിദേശത്ത് പോകാനുള്ള വഴി ദൈവം ഒരുക്കി കൊടുത്തു. അപ്പോൾ 1-ാം തീയതി യാത്രയാകാണ്. ഇത്രയും പെട്ടെന്നാവുമെന്ന് ഒരിക്കലും ഓർത്തില്ല. അതുപോലെ മറ്റൊരു മകൾക്ക് വേണ്ടി ജോലിയുടെ കാര്യത്തിന് ജോലി ഒന്നും ആകാത്തതിന് ഒത്തിരി ആകുലപ്പെട്ടുകൊണ്ടിരുന്ന, പക്ഷേ എറണാകുളത്തും ബാംഗ്ലൂരും നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന വിഷയമാണ്. 2 സ്ഥലത്തും മത്സരാടിസ്ഥാനത്തിലാണ് ഇൻ്റർവ്യൂവിന് വിളിച്ച്, 2-3 സ്ഥലത്ത് വിളിച്ച്, പക്ഷേ 2 സ്ഥലത്ത് ഉറപ്പായിരുന്നു. അപ്പോൾ ബാംഗ്ലൂർ കൂടുതൽ ശമ്പളം കിട്ടുന്നത് കൊണ്ട് ബാംഗ്ലൂർ ജോലി തിരഞ്ഞെടുത്തു. അടുത്ത ദിവസം അങ്ങോട്ട് യാത്രയാണ്. ഇങ്ങനെ പ്രാർത്ഥിക്കാനായിട്ട് ഓരോ ദിവസവും ധാരാളം പേര് വിളിക്കുന്നുണ്ട്. ചിലരൊക്കെ വിളിച്ച് ഇങ്ങനെ സാക്ഷ്യവും അനുഭവമൊക്കെ പറയും, വന്ന് പറയാറുണ്ട്, മെസ്സേജ് ഇടാറുണ്ട്, പോസ്റ്റ് ചെയ്യാറുണ്ട്, കമൻസുകൾ അയക്കാറുണ്ട്. അപ്പോൾ ദൈവത്തിൻ്റെ മഹത്വത്തിനായിട്ട് സാക്ഷ്യപ്പെടുന്നത് എപ്പോഴും നല്ലതായിരിക്കും. അത് ഞങ്ങൾക്കും ഒരു മോട്ടിവേഷനാണ്. എന്തായാലും ചോദിപ്പിൻ തരപ്പെടും എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് തന്നിരിക്കും. അന്വേഷിപ്പിൻ കണ്ടെത്തും എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കണ്ടെത്തിയിരിക്കും. മുട്ടുവിൻ തുറക്കപ്പെടും എന്ന് പറഞ്ഞാൽ തുറന്നിരിക്കും. അത് ഉറപ്പുള്ള കാര്യമാണ്, ഞങ്ങൾക്ക് ഉറപ്പ് തന്നെയാണ്. ഓരോ ദിവസവും കണ്ടുകൊണ്ടിരിക്കുന്ന, കേട്ടുകൊണ്ടിരിക്കുന്ന, പ്രാർത്ഥിക്കുന്ന വിഷയങ്ങളിലെല്ലാം ദൈവം തീർച്ചയായിട്ടും ഇടപെടും. ചിലപ്പോൾ ചോദിക്കുമ്പോൾ തന്നെ തരും. ചിലത് വെയിറ്റ് ആൻഡ് സീ. നമ്മുടെ മക്കൾ 18 വയസ്സാകുന്നതിന് മുമ്പേ 2 വീലർ ചോദിച്ചാൽ അന്തസ്സുള്ള, സ്നേഹമുള്ള, മര്യാദയുള്ളവർ പലരും കൊടുക്കുക. കാരണം ഇപ്പോൾ അകത്ത് പോകുന്ന കാരണവന്മാരാണ്. പ്രായപൂർത്തിയാകാത്ത മക്കൾക്ക് 2 വീലർ കൊടുത്ത എൻ്റെ മക്കളൊക്കെ ഇതുപോലെ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ മകൻ വണ്ടിയുടെ മുമ്പിൽ ഇരുന്നിട്ട് പറയും, ഒന്ന് പിടിച്ച്, ഞാൻ പിടിച്ചിരുന്നോളാം, അപ്പോൾ കൈവിട്ടോ എന്ന് ആകട്ടെ പറയാമെന്ന് പറയും. പക്ഷേ ഇപ്പം നമ്മളൊന്നും പറയുന്നില്ല. അവരുടെ പുറകിലിരുന്ന് ഇന്നലെയൊക്കെ ഞാൻ അവരുടെ പതിയെ പോടാന്ന് പറഞ്ഞു. കാരണം അവർക്ക് ലൈസൻസ് ഒക്കെ ഉണ്ട്. പപ്പ അവിടെ ഇരുന്നാൽ മതി, അനങ്ങാതിരുന്ന് വെച്ചാൽ മതി, പപ്പ കാല് കുത്തണ്ടെന്ന് പറയും 2 വീലറിനൊക്കെ പോകുമ്പോൾ. അപ്പോൾ ഇപ്പോൾ ഏറ്റവും ഇളയ കൊച്ചിനും 18 വയസ്സ് കഴിഞ്ഞു. അപ്പോൾ നിങ്ങൾ ലൈസൻസ് എടുത്തോ, നിങ്ങൾക്ക് വണ്ടി ഓടിക്കാൻ തരാം, വണ്ടിയും പറ്റുമെങ്കിൽ ദൈവം കൃപ ചെയ്താൽ മേടിച്ച് തരാമെന്ന് പറയും. അപ്പം ഇതുപോലെ തന്നെയാണ് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ഇപ്പം തന്നെ കിട്ടണമെന്ന് വാശി പിടിച്ചിട്ട് കാര്യമില്ല. പാപികളുടെ മാനസാന്തരത്തിനും ആത്മാക്കളുടെ രക്ഷയ്ക്കും കുടുംബത്തിൻ്റെ വിശുദ്ധീകരണത്തിനും ദൈവത്തിൻ്റെ കൂടുതൽ മഹത്വത്തിനും ഒക്കെ വേണ്ടിയിട്ട് ദൈവം ചില കാര്യങ്ങളെ ക്രമീകരിക്കും. നമുക്കത് മനസ്സിലാകണമെന്നില്ല. നമ്മളെല്ലാം തികഞ്ഞവരാണെന്നാണ് നമ്മുടെ എല്ലാവരുടെയും, ഞാനുൾപ്പെടെ എല്ലാവരുടെയും ചിന്ത. പക്ഷേ ദൈവത്തിനറിയാം എന്താ, എങ്ങനെയാണ്, എപ്പോഴാണ്, ഏതിലെയാണ്, എവിടെ വെച്ചാണ്, ആർക്കാണ് ചെയ്യേണ്ടതെന്ന്. അതുകൊണ്ട് നമ്മളെപ്പോഴും കൃതജ്ഞതാ നിർഭരായി ദൈവത്തിന് നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കുക. അപ്പോൾ ഈ 3 വചനങ്ങൾ മറക്കണ്ട. പുറപ്പാട് 14:14, യെശയ്യാ 52:12, പുറപ്പാട് 20:24. അതുകൊണ്ട് ദൈവം എൻ്റെ അടുത്തുണ്ട്, നിങ്ങളുടെ അടുത്തുണ്ട്.
എൻ്റെ നാമം അനുസ്മരിക്കുന്നിടത്തെല്ലാം ഞാൻ നിങ്ങളുടെ ഇടയിലേക്ക് വന്ന് നിങ്ങളെ അനുഗ്രഹിക്കുമെന്ന് പറഞ്ഞ ദൈവം എന്നെ നിങ്ങൾ ഉപേക്ഷിക്കുകയില്ല. തീർച്ചയായിട്ടും പ്രാർത്ഥന കേൾക്കും. വിശ്വാസത്തോടെ ഈ വചനങ്ങൾ പറഞ്ഞ് തുടർന്നുള്ള ദിവസങ്ങളിൽ നമുക്ക് പ്രാർത്ഥിക്കാം. ചെക്കോസ്ലോവയുടെ സ്വർഗീയ മാധ്യസ്ഥനായി വെൻസ്ലേവസ് എന്ന് പറഞ്ഞ ഈ വിശുദ്ധൻ, രക്തസാക്ഷിയും വിശുദ്ധനുമായി, യേശുവിന് വേണ്ടി രക്തസാക്ഷിയായിട്ട് ഇതാ സത്യത്തെ പ്രതി, നീതിയെ പ്രതി ജീവൻ വെടിയേണ്ടി വന്ന അവസ്ഥ, വിശ്വാസത്തെ മുറുകെ പിടിച്ച് ജീവിച്ച ധീര രക്തസാക്ഷി. അതുകൊണ്ട് വിശുദ്ധൻ്റെ മാധ്യസ്ഥം, വെൻസ്ലേവസിൻ്റെ സ്വർഗീയ മാധ്യസ്ഥം നമുക്കും ഉണ്ടാകട്ടെ. ചെക്കോസ്ലോവാക്യയുടെ സ്വർഗീയ മാധ്യസ്ഥൻ അറിയപ്പെടുന്ന ഈ വിശുദ്ധൻ വിശ്വാസത്തിലും വിശുദ്ധിയിലും ജീവിച്ചതുപോലെ നമ്മുടെ ജീവിതത്തിലും വിശുദ്ധി കൈവിടാതെ സത്യത്തിലും നീതിയിലും സത്യത്തിനും നീതിക്കും വേണ്ടി നിലകൊള്ളാനും ക്രിസ്തുവിന്, ദൈവത്തിന് ഒന്നാം സ്ഥാനം കൊടുക്കാനും നമുക്കെപ്പോഴും തീരുമാനമെടുക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യാം. ദൈവം എല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. നിങ്ങളുടെ കമൻസ്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ചെയ്യുക. മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുത്താൽ അങ്ങനെ നമുക്ക് പരസ്പരം സെൻറ്റ് മേരീസ് പ്രേമശ്വര സുവിശേഷ വേലകളിൽ പങ്കുകാരാകാം. ദൈവം എല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. നന്ദി, നമസ്കാരം.